सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान शुरू हो रहा है सोमवार 5 जनवरी से हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ശിവ നീ പറ നിനക്ക് എങ്ങനെയാ ഉള്ളത്? ഞാനും എക്സൈറ്റഡ് ആണ്. താഴെ നോക്ക്, നല്ല ഭംഗിയല്ലേ? നല്ല സുന്ദരമായ സ്ഥലം. ദേവാ, നമ്മൾ ലഡു സിംഗ് സാറിന് താങ്ക്സ് പറഞ്ഞേ പറ്റൂ. കാരണം അദ്ദേഹം കാരണമല്ലേ ഇത്രയും നല്ല സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുന്നത്. അല്ല, നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ലഡു സിംഗ് സാറിനെ കാണുന്നില്ലല്ലോ. അദ്ദേഹം സയന്റിസ്റ്റിനെ എസ്കോർട്ടായിട്ട് പോയിരിക്കുക. കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ലാസ്റ്റ് പോയിന്റ് വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. ഇറ്റ് വാസ് എ ഗുഡ് കോൺഫറൻസ്. യെസ്, ഇറ്റ് വാസ് എ റിയലി ഗുഡ് കോൺഫറൻസ്. താങ്ക് യു ലഡു സിംഗ് സാർ. എന്തായാലും നിങ്ങൾ എന്നെ ഈ കോൺഫറൻസ് വരയ്ക്കും വളരെ നന്നായി എസ്കോർട്ട് ചെയ്തു. കാരണം എനിക്ക് ഒരുപാട് ത്രെട്ട് ഉണ്ട്, അറിയോ? അതെ, ഞാനിവിടെ ഉള്ളപ്പോ സാറിന് ഒന്നും സംഭവിക്കില്ലെന്നേ. ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. മാത്രമല്ല, സാറ് ഈ ബ്രീഫ് കേസ് ചങ്ങലക്ക് ഇട്ടതുകൊണ്ട് സാറിന്റെ ബ്രീഫ് കേസ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഈ ബ്രീഫ് കേസ് ആർക്കും മോഷ്ടിക്കാനും കഴിയില്ല, അല്ലേ? അതെന്തായാലും സത്യമാണ്. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ബ്രീഫ് കേസിൽ എന്താണുള്ളതെന്ന് എതിരാളികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സഹായം ചോദിച്ചേ. സാറിന് അറിയില്ല, സാറിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാ സെക്യൂരിറ്റി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നേ. എന്റെ സെക്യൂരിറ്റി ടീം ഇവിടെ തന്നെ ഉണ്ടാവുന്നേ. ഓ, അങ്ങനെയാണോ? നിങ്ങളുടെ സെക്യൂരിറ്റി ടീം ഇവിടെയും ഉണ്ടോ? എവിടെ? ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഇവിടുന്ന് പോയിക്കോളൂ. അതിനുശേഷം ഞാൻ എന്റെ പ്രൈവറ്റ് പ്ലെയിനിൽ എന്റെ വീട്ടിലേക്ക് പോകും. നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തായി കാണിക്കുന്ന കൂട്ടിക്കൊണ്ട് പോണത്? ഞാനിവിടെ ഉള്ളപ്പോ സാറിനൊന്നും സംഭവിക്കാൻ പാടില്ല. വിട്, സാറിനെ വിടാൻ. വണ്ടി നിർത്താൻ. പിടിക്കലേ, ആരെങ്കിലും പിടിക്കലേ. പോലീസ്, ഈ വണ്ടി തടയണേ. പോലീസ്, ഞാനൊരു പോലീസ് അല്ലേ? അപ്പൊ ഞാൻ തന്നെ എന്നെ സ്വയം രക്ഷിക്കണ്ടേ? രക്ഷിക്കോ. വിട്, വണ്ടി നിർത്താൻ. ശിവ, നീ എവിടെയാണ്? വേഗം കൊണ്ട് വന്നേ. എനിക്കിപ്പോ പോയേ പറ്റൂ. ലഡു സിംഗ് സാർ അപകടത്തിലാണ്. ശിവ, അല്ല, ഈ കുട്ടി ഇതെന്താ ചെയ്യുന്നേ? ഓ, എന്ത് രസമാ, എന്തൊരു സ്റ്റണ്ട് അല്ലേ? അതെ, ആരെങ്കിലും രക്ഷിക്കണേ. സയന്റിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. ആ വണ്ടി ഒന്ന് നിർത്ത്. എത്ര നേരമായി വണ്ടി നിർത്താൻ പറയുന്ന? ഒന്ന് നിൽക്കാൻ. വണ്ടി നിർത്ത. ശിവ, നീ വന്നു. എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്ക. വേഗം. എടാ കുട്ടി, മര്യാദയ്ക്ക് അവിടുന്ന് മാറി നിൽക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ.
ശിവ. ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ എന്ത് പണിയായി കാണിച്ചത്? സയന്റിസ്റ്റ് സാറിന്റെ കൈ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സയന്റിസ്റ്റ് സാറ് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് രക്ഷിക്കട്ടെ. എവിടെ പോയി അദ്ദേഹം? ബോണറ്റിനകത്തുണ്ടോ? എവിടെ പോയി? കാറിന്റെ അകത്തുണ്ടോ? ഇവിടെയും കാണുന്നില്ല. താഴെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി നമ്മുടെ സയന്റിസ്റ്റ് സാറ്? അദ്ദേഹത്തിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം? എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം സാറിന്റെ കൈ മുറിഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് കൈയാണ്. ഇതാണ് എന്റെ ശരിക്കുമുള്ള കൈ. ഞാൻ ആ ചങ്ങലയുടെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഡ്യൂപ്ലിക്കേറ്റ് കൈ ഇട്ടോണ്ട് പോന്നത്. വാ 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 വാ, സാറിന്റെ ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഈ ഐസ് ബോൾ ആരാണ് എറിഞ്ഞത്? രക്ഷിക്കണേ! അതെ അതെ, ആരെങ്കിലും രക്ഷിക്കണേ! ശിവ, എന്നെ രക്ഷിക്കേ! അല്ല ശിവ, അവിടെ നിൽക്കൂ ശിവ. ശിവ, രക്ഷപ്പെട്ടു. ശിവ എന്നെ രക്ഷിച്ചു. താങ്ക് യു ശിവ. എന്റെ കണ്ണ്. അവനിപ്പോ കണ്ണു കാണാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ ബ്രീഫ് കേസ് അവര് കൊണ്ടുപോകുന്നു. എന്റെ ബ്രീഫ് കേസ് കൊണ്ടുപോകുന്നു. വേഗം അവരെ പിടിക്ക. വിടരുത്, അവനെ വിടരുത്. ഞാൻ അവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. സർ, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. അവർക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ പിടിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ സയന്റിസ്റ്റ് ബാഗ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? വെരി വെരി ഗുഡ്. മാഡ് വണ്ടൂസിന് സന്തോഷമായി, വളരെ സന്തോഷമായി. ഈ വണ്ടൂസ് നിങ്ങൾക്ക് ഇഡ്ഡലിയും ദോശയും വാങ്ങി തരാം, അതും സാമ്പാറും കൂടെ. സബാഷ്, നിങ്ങൾ രണ്ടുപേരും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഗുഡ്, വെരി ഗുഡ്. ഇനി മുതൽ ഞാൻ പണക്കാരനാകൂ. എടാ കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടോടെ. ഇനി ഞാൻ കോടീശ്വരനാ, കോടീശ്വരൻ. ഇനി നമ്മുടെ കയ്യിൽ കാശിന്റെ കളിയായിരിക്കൂടാ. എന്ത് അങ്ങനെയാണോ ബോസേ? കിരിക്കട്ടാലേ, എന്ത് കളിയാടാ ഇത്? എന്നോട് സൂക്ഷിച്ച് സംസാരിക്കും മണ്ടോസാ. ഇപ്പൊ ഞാൻ കോടീശ്വരനാ. കോടീശ്വരന്മാരാവൂന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇതുവരെ ആയിട്ടില്ലല്ലോ മോനെ. ആ പ്ലൂനറ്റോറിയം കല്ല് തീർച്ചയായും കിട്ടണം. എടാ ഒന്ന് നോർമൽ ആകെ, പെട്ടെന്നാവട്ടെ. എനിക്ക് ഫോർമുല കിട്ടി കേട്ടോ. ഇനി ആ പ്ലൂനറ്റോറിയം കല്ല് എന്റേത് മാത്രമാണ്. ഇനി അത് എന്റേതാ. ശരി, വരൂ. എന്നാ പിന്നെ നമുക്ക് പ്ലൂനറ്റോറിയത്തിലേക്ക് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അവിടെ നമുക്ക് പ്ലൂനറ്റോറിയം കിട്ടും. പ്ലൂനറ്റോറിയം പ്ലൂണോട്ടോറിയം എന്നത് ഒരു വെടിമരുന്നാണെന്ന് തന്നെ പറയാം. ഒരു ചെറിയ പീസ് ബ്ലാസ്റ്റ് ചെയ്താൽ പോലും ഒരു ടവർ തന്നെ താഴെ വീഴ്ത്തിയേക്കാം. ആ വെടിമരുന്ന് കല്ല് തെരഞ്ഞിട്ടാണ് മാഡ് മണ്ടൂസ അലയുന്നത്. അതെ, മാഡ് മണ്ടൂസ ഒരു സമയത്ത് എന്റെ കൂടെ ലാബിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ചിന്തകൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ലാബിൽ നിന്ന് അവനെ പറഞ്ഞയച്ചു. പക്ഷെ ഇപ്പോഴും അവൻ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആ കല്ലെങ്ങാനും അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ ഈ ലോകം മുഴുവനും അങ്ങിങ്ങുമായി ബ്ലാസ്റ്റ് ചെയ്ത് എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്യും. പക്ഷേ പ്ലൂനറ്റോറിയം അവന് എങ്ങനെ കിട്ടും?
അത് മാത്രമല്ലാതെ നിങ്ങളുടെ ബ്രീഫ് കേസിനും ഇതിനും എന്താ കണക്ഷൻ? എന്റെ ബ്രീഫ് കേസിനകത്ത് മുഴുവൻ ഫോർമുലയും ഉണ്ട്. അതുകൊണ്ട് അവന് ഒരു മിഷൻ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ആ മിഷന്റെ സഹായത്തോടെ അവന് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. ഏത് എഡ്ജിൽ വേണമെങ്കിലും പോവാം. എനിക്ക് തോന്നുന്നു അവൻ പ്ലൂണോട്ടോറിയത്തേക്ക് പോകുമെന്നാ. കാരണം ഞാൻ പറഞ്ഞ പ്ലൂണോട്ടോറിയം കല്ല് അവിടെ കിട്ടൂ. പ്ലൂണോട്ടോറിയ എന്നത് 2000 കൊല്ലം മുൻപുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് വരെ ആ സ്ഥലത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. അവിടെ ജീവിച്ചവരൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് പോലും അറിയില്ല. അതെ ശിവ, ഇന്റർനെറ്റിൽ ഇത്ര ഇൻഫർമേഷനേ ഉണ്ടാവൂ. പക്ഷെ ഒരു സത്യം അറിയോ, അവൻ എന്റെ മിഷൻ ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. അതെ, എന്നാ പിന്നെ അവന്മാരെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അല്ലെങ്കിൽ അവന്മാര് നമ്മുടെ നാട്ടില് പലയിടത്തും ആക്രമിക്കാൻ നടക്കുന്നേ. പക്ഷെ അവന്മാരെ നമ്മൾ എങ്ങനെ പിടിക്കും? എവിടെ ഒളിഞ്ഞിരിക്കുന്നെന്ന് ആർക്കും അറിയില്ല. എന്റെ ഗ്രാമത്തിലുള്ള പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു, താമരപ്പൂ വേണോന്നുണ്ടെങ്കിൽ കുളത്തിലേക്ക് പോണോന്ന്. അതുപോലെ തേനീച്ചകൾ വേണോന്നുണ്ടെങ്കിൽ തേൻകൂടിന്റെ അടുത്തേക്ക് പോണം. ഇപ്പൊ ആലോചിക്കാം, ആ മാഡ്മാൻഡോനെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. വെരി ഗുഡ് ഡാഡി, യു ആർ ജീനിയസ്. മാഡ് മെൻഡോസ ഈ സമയത്ത് ആ പ്ലൂണോട്ടോറിയയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കും. അവിടെ പോയാലേ അവനെ പിടിക്കാൻ കഴിയൂ. സയന്റിസ്റ്റ് സർ, നിങ്ങൾക്ക് ഞങ്ങളെയും പ്ലൂണോട്ടോറിയയ്ക്ക് അയക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങളെയും അയക്കാൻ കഴിയും. പക്ഷെ അവിടെ നിങ്ങൾക്ക് എത്രയധികം ആപത്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ജീവന് ആപത്ത് സംഭവിക്കാം. ഒരു പക്ഷേ ഈ ലോകത്തിനെ അപകടകാരികളുടെ അടുത്തുനിന്ന് രക്ഷിക്കണമെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. നമ്മൾ അവിടേക്ക് പോയി അവനെ പിടിക്കണം. അവനെ കിട്ടിയത് ഇങ്ങനെ ചമ്മന്തിയാക്കണം. അതെ, എങ്ങനെ ഡിഫൻസ്? എന്തിനാ എന്നെ തല്ലിയത്? ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ശിവ, വേഗം നമുക്ക് പ്ലൂണോട്ടോറിയത്തേക്ക് പോകാം. അവിടെ നടക്കുന്ന ആപത്തൊക്കെ ഇവിടെയും നടക്കാൻ സാധ്യത ഉണ്ടെന്നേ. വന്നേ പോകാം. ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും അങ്ങോട്ട് അയക്കാൻ കഴിയും. എന്റെ കയ്യിൽ ഒരു ബാക്കപ്പ് സെറ്റപ്പ് ഉണ്ട്. വരൂ, വേഗം അത് റെഡിയാക്കാം. ആദ്യം നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. അതെന്താന്ന് വെച്ചാലേ എല്ലാവരും ഒറ്റയടിക്ക് എങ്ങനെ കാണാതായാലോ. ക്രിക്കറ്ററാലേ, നിനക്ക് പുതിയ പുതിയ റോളുകളിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ലടേ. എന്നാ പിന്നെ ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തലയിൽ വെക്കണം. അതിനുശേഷം ഇതില് പ്ലൂണറ്റോറിയ എന്ന് ടൈപ്പ് ചെയ്യണം. നീ അവിടെ ചെന്നതിന് ശേഷം എന്നോട് ബ്ലൂടൂത്ത് മൈക്രോഫോൺ വഴി സംസാരിക്കണം. അവിടെ എങ്ങനെയുണ്ടെന്ന് പറയണം. അവിടുത്തെ സാഹചര്യങ്ങൾ എന്നെ അറിയിക്കണം. മനസ്സിലായില്ലേ ക്രിക്കറ്ററാൽ? എന്നാ പിന്നെ ജോലി തുടങ്ങിക്കോളൂ. ഈ മിഷൻ വർക്കൗട്ട് ആകാൻ തുടങ്ങി. ആ ഫോർമുല വർക്കൗട്ട് ആകാൻ തുടങ്ങി. ഹലോ, നീ അവിടെ എത്തിയോടെ? ആർ യു റീച്ച്ഡ്? അതെ ബോസേ, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു. ആ സ്ഥലം എങ്ങനെയുണ്ടേ? ബോസേ, ഈ സ്ഥലം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെന്ന് അറിയോ? എത്ര വർഷം കഴിഞ്ഞോ? എടാ മണ്ട, അത് ഇപ്പോഴല്ലടാ ആദ്യമായിട്ട് പോകുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. മര്യാദക്ക് തിരിച്ചു വേടാ. മണ്ടൻ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. ഞാനിതേ വരുന്നു ബോസേ. നിന്നോട് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാണ് ഇതിനെ കൊണ്ടുവന്നേ? കഷ്ടം. എന്ത് വാട ഇതൊക്കെ? ഈ ആറ്റുംകുട്ടി എവിടെ നിന്നാടാ വന്നേക്കണേ? പിടിക്ക്, അതിനെ പിടിക്കടാ. ഓ, നീ മാഡ് ബണ്ടൂസിനെ ബെൻഡലാക്കും. ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനാ? ഈ ആട്ടുകുട്ടിയെ നീ എവിടുന്നാടേ കൊണ്ടുവന്നത്? പറയടാ. അത് പിന്നെ ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോയിരുന്നില്ലേ, അവിടുന്ന് കൊണ്ടുവന്നതാ. നിന്നോട് ആരാടേ ഗ്രാമത്തിലേക്ക് പോവാൻ പറഞ്ഞേ? എന്തോന്നാടാ ഇത്? അത് നോക്കി പോയിക്കൂടെ? ഒരുപാട് വർഷമായില്ലേ ഞാൻ പോയിട്ട്. മാത്രമല്ല, നമുക്ക് പ്ലൂണോട്ടോറിയത്തിലേക്ക് പോവണ്ടേ. അതുകൊണ്ട് നിങ്ങളുടെ മെഷീൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കും. എന്റെ ഗ്രാമത്തിൽ ഒന്ന് പോയിട്ട് വന്ന പോലെ ആയില്ലേ? ബോസിനോടൊന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഞാൻ സന്തോഷമായിരിക്കുന്നത് ഇവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നേ. ആട്ടുകുട്ടിയെ പിടിക്കേ. അതിനെ വിട്ടിട്ട് മര്യാദക്ക് ഇങ്ങോട്ട് വാടാ. ഈ മിഷൻ സക്സസ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലൈനായി പോയിരിക്കേ. ടൈഗർ ബദർ,
ഞാൻ നിങ്ങളോട് ആ റോളിലേക്കൊന്ന് മാറാനല്ല പറഞ്ഞത്. നോർമലാവ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഞങ്ങളുടെ ശരീരം നന്നായി നോക്കണം, മനസ്സിലായോ? മാത്രമല്ല ഞങ്ങളുടെ മൈക്രോഫോണിൽ കോണ്ടാക്ടും ചെയ്യണം. ഞാൻ എപ്പോഴാണോ നിങ്ങളോട് പറയുന്നത് അപ്പോ നിങ്ങൾ ഈ റിമോട്ടിൽ ഇതാ ഈ സ്വിച്ച് അമർത്തി ഞങ്ങളെ വീണ്ടും ഇവിടേക്ക് വരുത്തണം. ഓക്കെ ബോസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.